ദേശീയപാതയോരത്തെ മാലിന്യ നിക്ഷേപം പാണഞ്ചേരി പഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലെ മാലിന്യ നിർമ്മാണ കമ്പനി സ്വന്തം ചെലവിൽ നീക്കണമെന്നും അടിയന്തരമായി ദേശീയപാതയോരത്ത് വഴിവിളക്കുകളും ക്യാമറകളും സ്ഥാപിക്കാനും നിർമ്മാണ കമ്പനിയോട് സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. ദേശീയപാതയിൽ കുതിരാൻ തുരങ്കത്തിന് സമീപം വൻതോതിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ശക്തമായ നടപടിയുമായി നീങ്ങുകയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. 2.5 ലക്ഷം രൂപ ചിലവിൽ ദേശീയപാതയോരത്തെ മാലിന്യം പഞ്ചായത്ത് നീക്കിയിരുന്നു. 274 ചാക്ക് മാലിന്യമാണ് ദേശീയപാതയിൽ നിന്നും ശേഖരിച്ചത്. ഇതിൽ 92 ചാക്ക് അജൈവ മാലിന്യങ്ങൾ കുതിരാനിൽ നിന്ന് മാത്രം ശേഖരിച്ചു. ജൈവമാലിന്യങ്ങൾ പ്രദേശത്ത് തന്നെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. ദേശീയപാതയുടെ നിർമ്മാണവും പരിപാലനവും നടത്താനാണ് ടോൾ പിരിക്കുന്നതെന്നും അതിനാൽ മാലിന്യം തള്ളുന്നത് തടയാൻ കർശന നടപടികൾ എടുക്കണമെന്നും നിർമ്മാണ കമ്പനി അധികൃതർക്ക് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. റോഡരികിൽ വിശാലമായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങൾ ഒരുക്കാനും കമ്പനിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാണഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ വൈസ് പ്രസിഡന്റ് സാവത്തിരി സദാനന്ദൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ എടുത്തത്. മാർച്ച് മാസം 30-ാം തീയതി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായിട്ട് ലോകമെങ്ങും ആചരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ആഘോഷിക്കുകയാണ്. ലോകത്തുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് ഏറ്റവും ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക്കുകളെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിനെ അത്തരത്തിൽ ഉപയോഗിക്കാനും മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയാതിരിക്കുക, അത് ജൈവമാലിന്യമായാലും അജൈവ മാലിന്യങ്ങളായാലും പൊതുനിരത്തിലേക്ക് വലിച്ചെറിയാതിരിക്കുക, അങ്ങനെ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രഖ്യാപിതമായ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് പഞ്ചായത്തിൽ പ്രത്യേകമായി ടീമിനെ സജ്ജീകരിച്ചുകൊണ്ട് 12 ജീവനക്കാരെ വെച്ചുകൊണ്ട് 12 പേര്, 2 HIമാരാണ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് 2 പേര്, അവരിവിടെ എത്തിയിട്ടില്ലേ? ബാക്കിലാണ് അല്ലേ? അവരെ വെച്ചുകൊണ്ട് പിന്നെ അഡീഷണലായി 10 തൊഴിലാളികളെ വെച്ചുകൊണ്ട് പഞ്ചായത്തിനെ മൊത്തം ക്ലീൻ ചെയ്യുക എന്ന ഉദ്ദേശവുമായിട്ട് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് വിവിധ വാർഡുകളിലെല്ലാം തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം ശുചീകരണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന് പണം ഓൺ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാമെന്ന ഉത്തരവും കൂടി നമുക്ക് തന്നതാണ്. പക്ഷേ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാം നേരിടുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാണിയമ്പാറ മുതൽ മുടിക്കോട് വരെയുള്ള പ്രദേശങ്ങൾ നീണ്ടു പരന്ന് കിടക്കുകയാണ്. നമ്മുടെ ഉള്ള ഏരിയകൾ 23 വാർഡിൻ്റെയും വിവിധമായ മുക്കിനും മൂലയിലും ഒക്കെ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അവിടെ മാലിന്യമുക്തമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൈവേയെ മാലിന്യമുക്തമാക്കാൻ കഴിയുന്നില്ല. പഞ്ചായത്ത് 2-3 തവണ ഈ ഹൈവേയുടെ ഇരുപുറങ്ങളും വൃത്തിയാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ പണം മുടക്കി അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുകയും ബോർഡുകൾ, താൽക്കാലികമായ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തതാണ്. നമ്മൾ ആ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം ആളുകൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി കാറിലടക്കം ചാക്ക് കെട്ടുകൾ, ഡയപ്പറടക്കം, കുട്ടികളുടെ ഡയപ്പറടക്കം, സാനിറ്ററി നാപ്കിൻ അടക്കമുള്ള സാധനങ്ങൾ അവിടെ നിക്ഷേപിച്ചിട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിരന്തരമായിട്ട് നമ്മളിത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ മാർച്ച് 30-ാം തീയതിക്ക് ശേഷം ഹൈവേ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈവേയുടെ ഉദ്യോഗസ്ഥരിവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളെത്തിയിട്ടില്ല, പ്രതിനിധിയായിട്ട് ആളുകളെ അയച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെ അയച്ചിട്ടുണ്ട്. അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഹൈവേയുടെ ഭാഗങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണമെന്നാണ് പറഞ്ഞത്. ഹൈവേ നമുക്ക് അറിയാം, ദീർഘനാളത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഹൈവേ ഇത്തരത്തിലെങ്കിലും പണി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അവരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഒട്ടേറെ ജീവനുകൾ പൊലിഞ്ഞ ഇടമാണ് വാണിയമ്പാറ അടക്കമുള്ള മുടിക്കോട് വരെയുള്ള പ്രദേശങ്ങൾ നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ആ പണി ഒരു വിധത്തിൽ പൂർത്തീകരിച്ചുവെങ്കിൽ ആവശ്യമായ രീതിയിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനോ സർവീസ് റോഡുകൾ പൂർത്തീകരിക്കാനോ ഇന്നും നാഷണൽ ഹൈവേക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ഹൈവേയുടെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം വേണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നു. ചില കാര്യങ്ങൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ 50% ആ വാക്ക് പാലിക്കാൻ ഹൈവേ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഭരണസമിതി വിലയിരുത്തുന്നത്. പറഞ്ഞ വാക്കിൽ നിന്ന്
50% പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് റോഡ് സൈഡുകളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ക്യാമറ സ്ഥാപിക്കുകയും വേണമെന്നായിരുന്നു നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ മാർച്ച് 30 സീറോ വേസ്റ്റ് ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇരുപുറങ്ങളിലുമുള്ള മാലിന്യങ്ങൾ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് ചെയ്തത് ഏകദേശം 2.5 കോടി രൂപയോളം പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടിൽ നിന്ന്, നിങ്ങളൊക്കെ നികുതിയായി അടയ്ക്കുന്ന ഓൺ ഫണ്ടിൽ നിന്ന് 2,54,085 രൂപ ചെലവ് ചെയ്തിട്ടാണ് ഈ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കിയത്. ഹൈവേയുടെ ഭാഗത്ത് നിന്ന് കുതിരാൻ്റെ ഇപ്പുറത്തുള്ള ടണലിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആ ഭാഗത്ത് നിന്ന് ഇപ്പം മാലിന്യം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് 92 ചാക്ക് അജൈവ മാലിന്യങ്ങളാണ് ശേഖരിക്കാൻ കഴിഞ്ഞത്. അജൈവ മാലിന്യം എന്ന് പറഞ്ഞാൽ അലിഞ്ഞു ചേരാത്ത മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് 92 ചാക്ക് മാലിന്യം. ജൈവ മാലിന്യങ്ങൾ അവിടെ തന്നെ, മണ്ണിൽ അലിഞ്ഞു ചേരുന്ന മാലിന്യങ്ങളെ അവിടെ തന്നെ JCB ഉപയോഗിച്ചുകൊണ്ട് കുഴിയെടുത്ത് അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡുകളിൽ നിന്ന്, വിവിധ ഹൈവേ സർവീസ് റോഡുകളിൽ നിന്ന് ആകെ 274 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. മാർച്ച് 24-ന് 433 ചാക്ക് ലെഗസിയും മാർച്ച് 29-ന് 274 ചാക്ക് ലെഗസിയും അടക്കം ഏകദേശം 1000-ഓളം ചാക്ക് ലെഗസി എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എന്നാണ് അർത്ഥം. ഈ ലെഗസി ഇപ്പം റോഡുകളിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ പുറത്തു നിന്നൊക്കെ എടുത്തത് നമ്മൾ അവിടെ ഇട്ടിട്ട് പോരുകയല്ല ചെയ്തത്. അവിടെ ഇട്ടത് ചാക്കിൽ കയറ്റി ഇവിടെ പഞ്ചായത്തിൽ, ഇവിടെ നമുക്ക് ഒരു MCF എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അവിടെ കൊണ്ടുവന്നിട്ടു. അവിടെ നിന്ന് നമ്മൾ ഈ ക്ലീൻ കേരളയ്ക്ക് ഇത് കൈമാറി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം 1010 ചാക്ക് ലെഗസി പഞ്ചായത്ത് കൈമാറി കൊടുക്കാനായിട്ട് കൊടുക്കും. ഈ ലെഗസി കൊടുക്കുമ്പോൾ ഉള്ള കാര്യം, നമ്മൾ പഞ്ചായത്ത് അങ്ങോട്ട് കാശടക്കണം. ഈ ചാക്ക് 1010 ചാക്ക് മാലിന്യവും കൊടുക്കും, അതിനനുസരിച്ച പണവും കൊടുത്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് പോകുന്ന വഴി. കുതിരാൻ തുരങ്കം കഴിഞ്ഞാൽ, പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴി കുതിരാൻ തുരങ്കം കഴിഞ്ഞാൽ ഒരു 200 മീറ്ററിനപ്പുറം ഒരു ചെറിയ വളവുണ്ട്. ആ വളവിൻ്റെ ഭാഗത്ത് ഈ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടു തട്ടുന്നുണ്ട്. ആളുകൾക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക്, മൂക്ക് പൊത്തിക്കൊണ്ടല്ലാതെ അവിടെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കുതിരാൻ തുരങ്കത്തിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഒരു 10-20 ചാക്ക് മാലിന്യങ്ങൾ വീണ്ടും കൊണ്ടു തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അപ്പം ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർമാർ പോലീസിനെയും കൂടി വിളിച്ചു വരുത്തിയിട്ട് നമ്മളവിടെ പരിശോധനയ്ക്കായിട്ട് പോയിട്ടുള്ളത്. പോലീസുകാരെ വിളിക്കും, പോലീസിനെ പേസ്റ്റ് കൊണ്ട് തട്ടുക. ഈ സ്ഥിതി ഇനി തുടരാൻ നമുക്ക് കഴിയില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഉള്ള ആളുകളൊന്ന് കൂടി ആലോചിച്ചു എന്ത് ചെയ്യാൻ കഴിയും, ശാശ്വതമായി ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്നൊന്ന് ആലോചിച്ചു. 15-ാം തീയതി നമുക്ക് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15-ാം തീയതി വിളിച്ചു ചേർത്ത് ഇവിടെ നിന്ന് നിങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങളും ബുദ്ധിയും ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് നല്ലൊരു ചർച്ച ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ നമുക്ക് ഇവിടെ കൂട്ടായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പഞ്ചായത്ത് എന്താണോ ചെയ്യേണ്ടത് നിങ്ങളും കൂടി പറയൂ എന്ത് ചെയ്യണം എന്നുള്ളത്. പൊതുജനങ്ങളുടെയും കൂടി സഹകരണത്തോടു കൂടി നമുക്ക് ഈ പ്രശ്നം ഇത്രയും ദൂരം പരിഹരിക്കാനായിട്ട് എന്തെല്ലാം ചെയ്യാം. അപ്പം നമ്മൾ പെട്ടെന്ന് ആളുകൾ പറയും ക്യാമറ വയ്ക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. ശരിയാണ്, ക്യാമറ വെക്കണം. പക്ഷേ ആ ക്യാമറ എങ്ങനെയുള്ള ക്യാമറയായിരിക്കണം വെക്കേണ്ടത്, അതിൻ്റെ സ്പെഷ്യലിസ്റ്റായ ആളുകൾക്ക് അത് പറയാൻ കഴിയുള്ളൂ. ക്യാമറ എങ്ങനെ 3000 രൂപയ്ക്ക് ക്യാമറ കിട്ടും, 30,000 രൂപയ്ക്ക് കിട്ടും, 3 ലക്ഷം രൂപയ്ക്ക് ക്യാമറ കിട്ടും. അപ്പോൾ ഏത് തരത്തിലുള്ള ക്യാമറയാണ് അവിടെ വെക്കേണ്ടത്? ക്യാമറ മാത്രം വെച്ചാൽ മതിയോ? ചില പഞ്ചായത്തുകൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൊണ്ടുതള്ളുന്ന ഭാഗങ്ങളിൽ ശരിക്കും അരഭിത്തി പോലെ മതിൽ പോലെ കെട്ടിയിട്ട് ആ മതിലിൻ്റെ മുകളിൽ ടോപ്പായിട്ട് നെറ്റടിച്ചിട്ട് അവിടെ ബോർഡും സ്ഥാപിച്ചു. മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുത്, പിഴ ഈടാക്കുന്നതാണ്, CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് തുടങ്ങിയ സൈൻ ബോർഡുകളടക്കം വെച്ചുകൊണ്ട് അവിടെ പെട്ടെന്ന് വന്ന് തട്ടിപ്പോകാൻ കഴിയുന്ന രീതിയിൽ നിന്ന് മാറ്റി ഒരു പ്രദേശമാക്കി മാറ്റിയെടുത്തു. ഇപ്പോൾ ചില പഞ്ചായത്തുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ കഴിയും.
അപ്പോൾ അതിന് ഇപ്പം നമുക്കറിയാം ഹൈവേയുടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാലിന്യം കൊണ്ടുവരില്ല. നമ്മുടെ ഒരു കടയുടെ മുന്നിലേക്ക് ആരും കൊണ്ടുവന്ന് മാലിന്യം തട്ടില്ല. ആളൊഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്താണ് അത് മാലിന്യങ്ങൾ. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നിങ്ങളുടെ പ്രധാനപ്പെട്ട വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് വേണ്ടത്. എല്ലാം അങ്ങനെ സംഭാവനയിലൂടെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നടക്കില്ല. മുഴുവൻ സംഭാവനയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. പക്ഷേ ഈ ഒരു ടണൽ അവിടെയുണ്ട്. ടണലിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ടോൾ വിധിക്കുന്ന ഒരു പന്നിയങ്കരയിലെ ടോൾ പ്ലാസ അതിനോട് ചേർന്നിട്ട് അവിടെയുണ്ട്. ഇത്രയും നാള് അവിടെ വേസ്റ്റ് തട്ടിയിട്ട് ഒരു രീതിയിൽ പോലും അത് കണ്ടുപിടിക്കുന്നതിന് ആ ടണലിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളോ ഒരു ഉപകാരപ്രദത്തിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളൊരു കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം, നമ്മുടെ ടണലുമായി ബന്ധപ്പെട്ട് അത്രയും സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ട് അവിടെയുള്ള സംവിധാനം കൊണ്ട് റോഡ് നിർമ്മാണ കമ്പനി തന്നെ അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിന് ആവശ്യമായിട്ടുള്ള ദൃശ്യം നല്ലപോലെ പതിക്കാൻ കഴിയും വിധത്തിൽ ക്യാമറകൾ കരാർ കമ്പനിക്കാർ അവിടെ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ പ്രശ്നം, അവിടെ ഉണ്ടാവുന്ന വെളിച്ചക്കുറവ്. അവിടെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ആ പ്രദേശത്തിനോട് ചേർന്ന് ഒരു വണ്ടി പോവുകയാണെങ്കിൽ തന്നെ അതിനോടടുത്ത് ആളുകൾ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം അവിടെ നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ തട്ടുന്നുണ്ടോ എന്ന് അറിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അത് ഏറ്റവും പ്രശ്നം വെളിച്ചക്കുറവാണ്. വാണിയമ്പാറ പ്രദേശത്ത് മാത്രം കുറച്ച് വെളിച്ചങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ അവിടെ പാലം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ആ വെളിച്ചങ്ങളൊക്കെ മാറ്റിയതിൻ്റെ ഒരു അപകട സ്ഥിതി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നു. വഴുക്കുംപാറ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിട്ടുള്ള അപകടം വെളിച്ചക്കുറവ് മൂലം മാത്രം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചം നല്ലതുപോലെ ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് ടോൾ ഗേറ്റിനോട് ചേർന്ന് സ്ഥാപിച്ചിട്ടുള്ളത് പോലെയുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ കുതിരാൻ ടണലിന്റെ ഈ വേസ്റ്റ് തട്ടുന്ന പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ഉള്ളൊരു നടപടി ഉണ്ടാവണം. രണ്ടാമത്, നല്ല രീതിയിലുള്ള ക്യാമറ സ്ഥാപിക്കുന്നത് അത് കരാർ കമ്പനി ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. അല്ലാതെ പഞ്ചായത്ത് പൈസ മുടക്കി ചെയ്യുന്നതിനേക്കാൾ ഉപരി കരാർ കമ്പനിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളത് പറഞ്ഞു പോവുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ആ പ്രദേശത്ത് ബോർഡുകൾ വെച്ച കാര്യം സാവത്രിച്ച് പറഞ്ഞു. കേവലം ബോർഡുകൾ വെച്ചാൽ ഇവിടെ തുപ്പരുത് എന്ന് ബോർഡ് വെച്ചാൽ അവിടെ തന്നെ തുപ്പുന്ന ഒരു സ്ഥിതി നമ്മുടെ കുറച്ച് ആളുകളിലെങ്കിലും ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബോർഡുകൾ വെക്കുന്നതിനേക്കാൾ ഉപരി അവിടെ ഒരു പെനാൽറ്റി സംവിധാനം, അവിടെ ഇത്തരത്തിൽ വേസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ ആ വേസ്റ്റ് തട്ടിയ വാഹനത്തെ കണ്ടുപിടിച്ചുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഫൈൻ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ തീരുമാനം എടുത്തു പോകണം. ഇത്രയും കാര്യങ്ങളാണ് അഭിപ്രായമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ടണലുമായി കേന്ദ്രീകരിച്ച് ക്യാമറ സ്ഥാപിച്ച് അത് 24 മണിക്കൂറും നിരീക്ഷിക്കുന്ന ഒരു അവിടെ ഒരാളെ കൂടെ ഇരുത്തി ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവും. ടണലിനുള്ളിൽ ഒരു വണ്ടി നിന്ന് കഴിഞ്ഞാൽ മൈക്കിൽ വിളിച്ചു പറയാൻ അതിനുള്ളിൽ ആളുണ്ട്. പക്ഷെ അതിന്റെ പുറത്ത് ഇത്രയും വലിയൊരു പ്രവർത്തനം നടത്തിയിട്ട് അത് കണ്ടുപിടിക്കാൻ ആളില്ലെങ്കിൽ അത് വലിയ ഖേദകരമാണ്. ഒരു പരാതി ഹൈവേ അതോറിറ്റിക്ക് പഞ്ചായത്തിന് നൽകിയിരുന്നു. അതിനു മുമ്പ്, ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് ഒരു തവണ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തട്ടിയിരുന്നു. ഈ പരാതി കഴിഞ്ഞ് കൊടുത്തതിന് ശേഷം 2 തവണയും തട്ടി. ഈ ഹൈവേ കരാർ കമ്പനിക്കാണ് 20 വർഷത്തേക്ക് ഈ റോഡിൻ്റെ നിർമ്മാണ ചുമതലയും പരിപാലനവും ബാക്കിയെല്ലാം. ഒരു ദിവസം ഒരു 55 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെയാണ് അവർ ടോളായിട്ട് 24 മണിക്കൂർ കൊണ്ട് പിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഹൈവേയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണ്. ഒരു രൂപ പോലും ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനോ അല്ലാതെയോ ആ ബാക്കി പഞ്ചായത്തോ ബാക്കി മുടക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. പൂർണ്ണ ഉത്തരവാദിത്വം അവർക്കാണ്. അവർക്ക് പെട്രോളിംഗ് വണ്ടിയുണ്ട്. വേണമെങ്കിൽ ഒരു 4-5 ക്യാമറ, അത് അവരെ കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് അവിടുത്തെ ഇപ്പോൾ ഉള്ള വേസ്റ്റ് നീക്കം ചെയ്യിച്ച് ക്യാമറയോ, പിന്നെ അത് ആ മയിൽക്കുട്ടി, അതിൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല, അത് റോഡിൻ്റെ സൈഡിൽ കുഴിച്ചിട്ടാൽ റോഡിൽ എന്തായാലും വണ്ടി നിർത്തി തട്ടില്ല. വശങ്ങളിലേക്ക് കൂടുതൽ പോയിട്ടാണ് ഇപ്പോൾ വണ്ടി നിർത്തുന്നത്. അപ്പോൾ ആ മയിൽക്കുറ്റി കുഴിച്ചിടുക, ക്യാമറ സ്ഥാപിക്കുക. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ പഞ്ചായത്തോ പൊതുജനങ്ങളോ ബാക്കി ആരോ ഇതിലേക്ക് ഒരു രൂപ പോലും മുടക്കരുത്. അത് ഹൈവേ അതോറിറ്റിയെ കൊണ്ട് തന്നെ ചെയ്യിക്കണം എന്നാണ് പറയാനുള്ളത്. പ്ലാസ്റ്റിക്കും മൂക്ക് പൊത്തിയിട്ട് വേണം വീട് നടന്നു പോകാനെങ്കിൽ
അവിടെ മൃഗങ്ങളാണോ മനുഷ്യനെയാണോ കൊണ്ടിട്ടേക്കണമെന്ന് അറിയില്ല. നാറിയിട്ട് ആ ഭാഗത്ത് നടന്നു വരാൻ പറ്റത്തില്ല. കുതിരാനിലല്ല, എല്ലായിടത്തും ഇതുണ്ട്. സെക്കൻഡ് ഹൈവേക്കാരാണ് ഇത് ചെയ്യേണ്ടത്. പഞ്ചായത്ത് 1 രൂപ മുടക്കരുത്. വെറും 25,000 രൂപ എന്ന സ്ഥലം പറ്റിച്ച് ഹൈവേക്കാർ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് സ്ഥിതിക്ക് പഞ്ചായത്തല്ല, ഇവർ തന്നെ ഇത് മുഴുവൻ ചെയ്യണം. ഇപ്പോൾ രണ്ടിടത്തായി, ഇപ്പോൾ പന്നിയാങ്കര ടോൾ പിരിച്ചുകൊണ്ടിരിക്കുക. ഇത് ടോൾ പിരിച്ച് അതിൻ്റെ അപ്പുറം എത്തിക്കഴിഞ്ഞിരിക്കുക. വെറും 25,000 രൂപയാണ് ഒരു സെൻറ്റിന് സ്ഥലത്തിന് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ എക്സ്പെൻസ് പഞ്ചായത്ത് വഹിക്കരുത്, കരാറുകാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഇവിടെ ജനങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഈ ഹൈവേ ആണല്ലോ നമ്മൾ ഇത് ചെയ്യണമെന്നൊക്കെ പലരും പറയുന്നത്. അവരുടെ പ്രതിനിധികളുണ്ടോ ഇവിടെ? ഉണ്ട്. ഈ ഹോളിൽ ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി അവരുടെ കോൺട്രാക്ടേഴ്സും അതേപോലെ തന്നെ NHAIയുടെയൊക്കെ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് മീറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. സത്യത്തിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ഞാൻ ഉൾപ്പെടെയുള്ള ഇരിക്കുന്ന ആൾക്കാർ വിഡ്ഢികളായെന്നല്ലാതെ എന്തെങ്കിലും ഒരു റിസൾട്ട് അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ ചെയ്യുക. ഞങ്ങളൊക്കെ വാർഡുകളിൽ ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തുള്ള വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ജനകീയമായിട്ടും അതേപോലെ തന്നെ സ്വന്തമായിട്ടും മാറ്റുന്നു. ഇപ്പോൾ ഹൈവേയിലേക്ക് ഇത് ഡംപ് ചെയ്യുന്ന സംവിധാനമായി ഹൈവേ മാറുന്നു. NHAI ഇന്ന് വരെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ പാണഞ്ചേരി പഞ്ചായത്തിന് ഇതുവരെ ടോള് കൊടുക്കാതെ കടന്നു പോകാമായിരുന്നു വടക്കഞ്ചേരിയിൽ. ഇപ്പോൾ അത് 7.5 കിലോമീറ്ററായി ചുരുക്കി ഏതാണ്ട് ടണൽ വരെ വാണിയമ്പാറ PU ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വീട് വെച്ച് അതിലേക്ക് ഒരു എൻട്രി വേണം. അല്ല, വീട് വെച്ചാൽ ഹൈവേയുടെ തീരത്ത് ഒരു സാങ്ഷൻ കിട്ടണമെങ്കിൽ, പഞ്ചായത്ത് സാങ്ഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ആദ്യം NHAIയുടെ സാങ്ഷൻ വാങ്ങിക്കണം. എത്ര ലക്ഷം രൂപ മുടക്കാം? അപ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് വലിയൊരു ഭാരമാണ്. ഇന്നലെ വാണിയമ്പാറ 2 പേര് മരിച്ചു. നമ്മുടെ ഇന്നലെ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട്, ഇപ്പോൾ ഇന്ന് മഞ്ഞക്കുന്നിലെ ഒരു പെൺകുട്ടി ഈ ഹൈവേയിൽ ആക്സിഡൻ്റ് ഉണ്ടായി, സാന്ദ്ര എന്ന് പറയുന്ന, വളരെ കഷ്ടപ്പെട്ട് അതിന് അത്യാഹിതമായ രീതിയിൽ കിടക്കുന്നു. മുടിക്കോട് ഈ ഭാഗത്ത് ഇന്നലെ വേറൊരു ആക്സിഡൻ്റ് ഉണ്ടായി, 2 or 3 പേര് മരിക്കുന്നു. അങ്ങനെ ഇതൊരു മരണക്കെണിയായി ഈ ഹൈവേ ഈ നാട്ടിലെ ജനങ്ങളുടെ മാറിയിരിക്കുന്നു. അപ്പോൾ അവർ അതിനൊന്നും ഒരു പരിഹാരം കാണുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളൊരു കാര്യം, ഇപ്പോൾ വാണിയമ്പാറ കുളത്തിൻ്റെ അവിടെ എത്ര മീറ്റിങ്ങിൽ പറഞ്ഞു, നിങ്ങൾ ഒന്നൊരു റിബൺ കെട്ടി ഒന്ന് ഡിവൈഡ് ചെയ്ത് 2 വീലർക്കും നടന്നു പോകുന്നവർക്കും ഒരു പെഡസ്ട്രിയൽ പാത ഒരുക്കാൻ. ഇപ്പോൾ 2 പേര് മരിച്ചപ്പോൾ ഇന്നലെ കൊണ്ടുവന്നൊരു LKG കുട്ടിയുടെ ഒരു റിബൺ കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഈ പഞ്ചായത്തിന് എന്ത് ചെയ്യാമോ അത് എടുക്കണം, ഞങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയല്ല. ഇപ്പോൾ കാൽനട യാത്രക്കാർക്ക് ഇതിൻ്റെ 2 സൈഡിലും കാൽനട യാത്രക്കാർക്ക് പോകാൻ ആവശ്യമായ പെഡസ്ട്രിയൻ പാത ഉണ്ടാക്കണമെന്ന് ഈ ഹൈവേയുടെ നിയമത്തിൽ പറയുന്നുണ്ട്. ഇതുവരെ എവിടെങ്കിലും ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ടോ? എന്നാൽ നമുക്ക് പീച്ചി റോഡ് ഹൈവേ പുതുതായിട്ട് വന്നു, മലയോര ഹൈവേ, അതുണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇതൊരു ദിവസം ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ 60-70 ലക്ഷം രൂപ ടോൾ വിരിക്കുന്ന റോഡിൽ അത് പറഞ്ഞിട്ടുണ്ട് നിയമത്തിൽ. ഇത് നടപ്പാത ഉപയോഗിക്കുന്നവർക്ക് ഇത് 3 അടി അല്ലെങ്കിൽ 2.5 മീറ്റർ, 2 മീറ്ററോ എത്രയോ അല്ല 3 അടി വീതിയിലുള്ള ഒരു പെഡസ്ട്രിയൻ പാത ഉണ്ടാകണമെന്ന് നിയമമുണ്ട്. അതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ നിയമ ലംഘനത്തിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ടണലിൽ പാറ പൊട്ടിച്ച ചരിത്രമൊന്നും പറയുന്നില്ല, അത് പിന്നെ എന്തെങ്കിലുമായിട്ട് കഴിഞ്ഞു പോയതാണ്. ഇപ്പം എന്താണ്, ഇവരുടെ ഡിവൈഡറിനുള്ളിൽ ഇവർ ചെടി വെക്കുന്നുണ്ട്, അവിടെ വെള്ളം ഒഴിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരു മാലിന്യം അതിലേക്ക് വലിച്ചെറിയുന്നുണ്ടോ? ഇപ്പം ടണലിൻ്റെ അവിടെ ഇവർ വീതിയിൽ നല്ല പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേസ്റ്റ് കൊണ്ട് തള്ളാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ്. അതെന്നാൽ വണ്ടി അങ്ങോട്ട് ഉള്ളിലോട്ട് കയറാതെ ഒരു ഡിവൈഡർ വെച്ച് അതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വണ്ടി പോകാത്ത രൂപത്തിലാക്കിയാൽ അവിടെ വണ്ടി കയറില്ല, അവിടെ വേസ്റ്റ് തള്ളില്ല. അഥവാ അത്രയും സ്ഥലമുണ്ട്, എന്നാൽ ഇവർക്ക് എന്ത് ചെയ്യാം? അവിടെ അതിമനോഹരമായൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് നനച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും പിന്നെ അതിലേക്ക് വേസ്റ്റ് തള്ളില്ല. ഇപ്പോൾ വേസ്റ്റ് തള്ളാൻ പാകത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് NHAI. അതേപോലെ തന്നെ ടണലിൻ്റെ ഇങ്ങോട്ട് വരുമ്പം ഇടത് സൈഡും വലത് സൈഡിലും ഇപ്പം മനുഷ്യ വിസർജ്യം 2 ദിവസത്തിനുള്ളിൽ കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഇത് 100% എന്നൊരു ഉത്തരവാദിത്വം ആർക്കാ? ഹൈവേക്കാണ്. ഹൈവേയിലെ ജീവനക്കാരെ നിർത്തി റോഡിലെ പൊടി എല്ലാ ദിവസവും ഡസ്റ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്, പൊടി ക്ലിയർ ചെയ്യുന്നുണ്ട്. അതേ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വീഴുന്ന പ്ലാസ്റ്റിക് മാലിന്യം എടുക്കാം. അതേപോലെ തന്നെ മുമ്പേ ആരോ സൂചിപ്പിച്ചതുപോലെ റോഡ് പ്രൊട്ടക്ഷൻ RP റോഡ് പ്രൊട്ടക്ഷൻ വിങ്ങുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ടണലിൻ്റെ അവിടെ 2 മണിക്കൂർ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ
അവിടെ ലോറികൾ വന്ന് നിൽക്കുന്നതിനെ തടുക്കാനും കണ്ടുപിടിക്കാനും കഴിയും. മെയിനായിട്ട് 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഇവിടെ സൂചിച്ചതുപോലെ പാണഞ്ചേരി ചെമ്പൂത്ര ഈ ടണൽ, ഇവിടെയാണ് വലിയ മാലിന്യം, അറവ് മാലിന്യമൊക്കെ കൊണ്ടുതള്ളുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദികൾ NHAI ആണ്. അവരതിന് എന്ത് നടപടി സ്വീകരിക്കണം, അവർക്കെതിരെ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ കഴിയും. ഇനി അവരുടെ വാചാലമായൊരു വർത്തമാനം കേട്ടിട്ട് നമ്മൾ നിൽക്കേണ്ടതില്ല. കാരണം ഇത് കേട്ടും അടുത്ത് സത്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ശാപമായി വന്നിരിക്കുകയാണ് ഈ ഹൈവേ. അപ്പോൾ അതിനെതിരെ പഞ്ചായത്ത് ഏറ്റവും ലോക്കലായിട്ടുള്ളൊരു സർക്കാരാണ്, പ്രാദേശിക സർക്കാരാണ്. ആ സർക്കാരിന് ഈ നമ്മുടെ പ്രദേശത്തൂടെ കടന്നു പോകുന്ന റോഡ് സംരക്ഷിക്കാനും അതിൽ മാലിന്യമുക്തമാക്കാനും ഈ ഹൈവേക്കാരെ കൊണ്ട് എന്ത് നടപടി സ്വീകരിപ്പിക്കാൻ കഴിയുമെന്ന് നിയമപരമായി പരിശോധിക്കുക, അത് ചെയ്യുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഏതാണ്ട് 46,000 ജനങ്ങൾ ഈ പഞ്ചായത്തിൽ അധിവസിക്കുന്നുണ്ട്. ആ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ക്രൂരതയായിരിക്കും ഈ പഞ്ചായത്ത് ചെയ്യുന്നത് മാത്രമാണ് എനിക്ക് പറയാം. ഒന്നിപ്പോൾ ഇവിടെ പറഞ്ഞ ആ ചെമ്പൂത്ര കേന്ദ്രത്തിൽ അവിടെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ താണിപ്പാടം പൊതിപ്പാലം എന്ന് പറയുന്ന തോടുണ്ട്. ആ തോടിൻ്റെ അവിടെ മുതൽ ചോന്നമണ്ണ് വരെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ഡംപായി കൊടുന്ന് അടിക്കുകയാണ് അവിടെ. അത് വല്ല ഹോട്ടലുകളിൽ നിന്നോ ഒക്കെയാണ് അവിടെ വരുന്നത്. ഈ കൊണ്ടുവരുന്നത് ചിലർ വല്ല കോൺട്രാക്റ്റ് എടുത്ത് ഗുണ്ടകളായിട്ടുള്ള ചില ആളുകൾ നിക്ഷേപിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ആളുകളെ ചെന്ന് കാണുന്ന പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ചെന്നപ്പോൾ ഉണ്ടായൊരു അനുഭവം അവരെ വടിവാളെടുത്ത് ഓടിച്ചു എന്നാണ് കേട്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാന ഒരു കേന്ദ്രമാണ് ഇവിടെ പറഞ്ഞ കുതിര. ഇങ്ങനെ 3-4 കേന്ദ്രങ്ങളിൽ മറ്റേ മാലിന്യം ഡംപ് ചെയ്യുന്നുണ്ട്. ഇത് മാറ്റാൻ വേണ്ടി അത് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാർ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഹൈവേ ഉണ്ടാക്കുന്ന കാലം മുതൽ, ഈ ഹൈവേയുടെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലം മുതൽ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരവും പ്രക്ഷോഭമൊക്കെ നടത്തിയതിന് മുമ്പിൽ നിന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവരെ എവിടെ വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ചാൽ ആ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് വന്ന് എല്ലാ കാര്യങ്ങളും സംഭവിക്കും. ഇപ്പോൾ ഹൈവേയിലൊരു വിമാനത്താവളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ റെഡിന്ന് പറഞ്ഞാൽ അവർ ഇവിടുന്ന് പോകും. പക്ഷേ ഒരു പുല്ലനക്കാൻ വേണ്ടി അവർ ഒന്നും ചെയ്യില്ല, യാതൊന്നും ചെയ്യില്ല. എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ വെറുതെ പറയുന്നതല്ല. കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ, മന്ത്രി, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്ത് ഈ ജില്ല വിട്ടു പോകണമെങ്കിൽ നിങ്ങൾ ഈ കാര്യം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് അത് സമ്മതിച്ച് ഇറങ്ങിപ്പോയവരാ. ഒരു കാര്യം അതിന് ശേഷം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ സർവീസ് റോഡുകളുണ്ട്. ഇപ്പോൾ ഈ ചോന്നമണ്ണ് ആ പ്രദേശത്ത് അന്ന് പറഞ്ഞത് പ്രൊജക്റ്റിൽ അങ്ങനെ ഒരു പദ്ധതി ഇല്ല എന്നാണ് പറഞ്ഞത്. സർവീസ് റോഡില്ല എന്ന് പറഞ്ഞാൽ സർവീസ് റോഡിൽ കൂടെ കുറേ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ മനുഷ്യൻ മുകളിലേക്ക് പോകണോ? അത് മനസ്സിലാകുന്നില്ല. എവിടേക്കാണ് പോവുക പിന്നെ? ഇപ്പോൾ ഒരു സർവീസ് റോഡ് മറ്റേ ഹൈവേ പലയിടത്തും അടച്ചു കെട്ടുന്നുണ്ട്. അടച്ചു കെട്ടിക്കോട്ടെ, നിയമാനുസൃതം ചെയ്യേണ്ട ഏത് കാര്യം ചെയ്യുന്നതിന് നമ്മൾ തടസ്സമല്ല. പക്ഷേ ഈ ഹൈവേ മനുഷ്യന് സഞ്ചരിക്കാൻ വേണ്ടി സഞ്ചാരയോഗ്യമാക്കുകയല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സർവീസ് റോഡൊന്ന് തുറന്നത്, സർവീസ് റോഡ് നന്നാക്കണ്ടേ? ആ റോഡ് പണിതതിന് ശേഷം ഇന്ന് വരെ യാതൊന്നും ചെയ്യാത്ത ആ ഒരു പ്രദേശമാണ് ആ വഴുക്കമ്പാറ മുതൽ ഈ പറയുന്ന താണിപ്പാഴത്തിൻ്റെ മറ്റേ ഈ ചുവന്നമണ്ണിൻ്റെ ഈ ഇവിടെ വൈദ്യരത്നം ഔഷധശാല വരെയുള്ള പ്രദേശം. ആ മാലിന്യങ്ങൾ ഈ കുതിരാൻ മുതൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഇത്രയധികം മാലിന്യങ്ങൾ തള്ളിയിട്ട് എവിടെയെങ്കിലും പോലീസിനെ കൊണ്ട് ഒരു കേസെങ്കിലും അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും പിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ പോലീസ് ഒന്നും ചെയ്യണില്ല എന്നുള്ള അർത്ഥത്തിലൊന്നും ഞാൻ പറയല്ല. പക്ഷേ പോലീസ് ഇത്രയും കാലമായിട്ട് ഒരു കേസ് പോലും പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ പെട്രോളിംഗ് ഒന്നും കൂടി ശ്രദ്ധിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുകയും ഈ പറയുന്നമാതിരിയുള്ള CC ക്യാമറ വയ്ക്കാനുള്ള സൗകര്യം കൂടി ചെയ്താൽ മാത്രമേ ആവുള്ളൂ. അതിപ്പോൾ ഹൈവേക്കാരെ കൊണ്ട് ചെയ്യാമെന്ന് പഞ്ചായത്ത് വിചാരിച്ചാൽ നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. അവരങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ബോധ്യം ഞാൻ പറഞ്ഞതാണ്. ഇത്രയാണ് എനിക്ക് പറയാം. ഹോം വിളിച്ചതിൽ ഉള്ള അഭിപ്രായക്കാർ ഇവിടെ മറ്റു നയനാനും ഇവരൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പാണഞ്ചേരി സ്റ്റോപ്പ് മുതൽ ചെമ്പൂത്ര പാൽ സൊസൈറ്റി വരെ വളരെ അറവ് മാലിന്യം കിടക്കുന്നു. ഞാനതിൽ നടന്ന് പാൽ സൊസൈറ്റിയിലേക്ക് വരുന്ന ആളാണ്. അപ്പോൾ നടന്ന് വരാൻ പറ്റാത്ത സ്ഥിതി, ആകെ പുഴുവരിച്ച് കിടക്കുക. അത് മഴ പെയ്യുമ്പോൾ പോകുന്നത് അടുത്ത ചാലിലേക്കാണ്. ആ വെള്ളം എവിടെയാണ് ചെന്ന് ചേരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിവിടെ ചെയ്യേണ്ടത് ഹൈവേ തന്നെയാണ്. ഇതൊക്കെ ചെയ്യേണ്ടത്. അവർ ഈ ടോൾ മാത്രം പിരിച്ച് കൊണ്ടുപോവുക എന്നുള്ളതല്ല. എൻ്റെ ഹൈവേയും ഇട്ട് പിന്നെ ആര് ഭരിച്ചാലും വിരോധമില്ല, കുഴപ്പം എന്ത് നടത്തിയാലും വിരോധമില്ല, ഞങ്ങൾക്ക് കാശ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ്.
ഇവിടെ നേരത്തെ ഇവർ ആ യോഗത്തിൽ പങ്കെടുത്ത ആൾക്കാരെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ കളക്ടറും മന്ത്രിയൊക്കെ വിളിച്ച് യോഗം കൂടി കർശനമായിട്ടുള്ള നിർദ്ദേശം വിളിക്കില്ല. അവർക്കൊന്നും പുല്ല് വലിയാണ്, ഞങ്ങൾക്കൊക്കെ മുകളിൽ പിടിയുണ്ടെന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോൾ പഞ്ചായത്ത് എന്തെങ്കിലും നടപടി എടുത്താലും അവർക്ക് ഒരു കാര്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ സ്മാർട്ട് സിറ്റിയിൽ ഒരു 32 ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആളുകൾ തന്നെ ഈ വേസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് ഒരു നോട്ടീസ് തന്നായിരുന്നു എനിക്ക് കഴിഞ്ഞ കൊല്ലം നോട്ടീസ് തന്നു. അപ്പോൾ നമ്മൾ ആ ക്യാമറ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ സ്ഥിരം ഒരു വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു പയ്യൻ ഇവിടെ നടക്കാറുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന എനിക്ക് തോന്നുന്നത്. അവരാണ് ഒരു ചാക്ക് വേസ്റ്റ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവനെ കണ്ട് ക്യാമറയിൽ കണ്ടു നമ്മൾ. പക്ഷെ അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവൻ ദിവസം ചാക്കും കൊണ്ട് അതിലെങ്ങനെ നടക്കണതാണ്. ദിവസം ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞാൽ പറയും അവൻ അതിന് കുറച്ച് ബോധക്കുറവുണ്ടെന്നാ പറയുള്ളൂ. ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ബോധം വെച്ച് വരുന്ന സമയത്ത് മറ്റവർക്കൊക്കെ ബോധം വരും. അപ്പോൾ ഹൈവേക്കാർക്ക് ബോധം വരും, എല്ലാവർക്കും ബോധം വരും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞങ്ങൾ 32 ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പല കേസുകളും അതിനടുപ്പിക്കുന്നത്. ഇപ്പം നാളെ വഴുക്കുംപാറ ഒരു ഡോക്ടറെ കഴിഞ്ഞ വർഷം ഡോക്ടറെ ഡ്രൈവറെ വണ്ടി ഇടിച്ച് മരിച്ചിട്ട് നമ്മുടെ ക്യാമറയെല്ലാം കണ്ടത്. അതുപോലെ പുതുക്കാട്, ചാലക്കുടി, അങ്ങനെ പല ഭാഗത്തു നിന്നും വന്നിട്ട് ഇതിൽ കേസുകൾ പിടിക്കുന്നുണ്ട്. പോലീസിന് വലിയ ഉപകാരം. ഇപ്പോൾ പോലീസ് ഒരു 14 ക്യാമറ പട്ടിക്കാട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു ക്യാമറ, പലരും അതിൻ്റെ ക്യാമറ സംഭാവന ചെയ്ത് നമ്മളൊരു ക്യാമറ സംഭാവന ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന് നമുക്ക് ഇത് കണ്ടുപിടിക്കും. ഇപ്പോൾ കുതിരാനിലാണെങ്കിലും വാണിയമ്പാറയാണെങ്കിലും പാളഞ്ചേരി ആണെങ്കിലും പഞ്ചായത്തിന് പിടിക്കാൻ പറ്റുമോ? പഞ്ചായത്തിന് പിടിച്ചാൽ നമുക്ക് ഹൈവേക്കാരും പിടിക്കാം. ശരിയല്ലേ പ്രസിഡന്റ്? പഞ്ചായത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവർ ചെവി പിടിച്ചത് ഇത് നിങ്ങൾ ഈ ക്യാമറ ഇത് നിങ്ങൾ കണ്ടോ? നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ഫൈനിട്ട് കൊടുക്കണം. 25,000 പഴയ കാലത്തായിരുന്നു. സ്വർണത്തിനൊക്കെ വില കൂടി. 50 രൂപയാണെങ്കിൽ പ്രസിഡന്റിന്റെ മാല പൊട്ടിച്ച് എപ്പോഴേ അറിയും. ഒരു പവൻ 50 രൂപയാണെങ്കിൽ നിങ്ങൾ ഇട്ട് നടക്കില്ല. ഇട്ട് നടക്കും. 1 ലക്ഷം ആണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളത് ഇട്ട് നടക്കും. അപ്പം നമ്മൾ നല്ല ഫൈൻ കൊടുക്കണം, അവരെ മുട്ടുകുത്തിക്കണം. അപ്പം നമ്മുടെ വഴിക്ക് വരും. ഇത് നമ്മൾ ഈ വാചകം അടിച്ച് വെറുതെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ക്യാമറ വയ്ക്കുന്നിടത്ത് ക്യാമറ വെച്ച് പിടിക്കുന്ന ആൾക്കാരെ പിടിക്കണം. പിടിച്ചു കഴിഞ്ഞാൽ ഹൈവേക്കാരൊക്കെ വഴിക്ക് വരും. ഇത് നിങ്ങളുടെ ഹൈവേയുടെ സ്ഥലത്താണ് ഈ സാധനം ഇട്ടിരിക്കുന്നത്, നിങ്ങളിത് നോക്കിയേ, ആളെ നോക്കിയേ. അപ്പോൾ ഹൈവേക്കാർ നമുക്ക് സീനിയർ ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്ക് പരാതി കൊടുക്കാം. അത് വെച്ച് നമുക്ക് കോടതി പോവാം. ഇപ്പോൾ കൂടെ അടി ഇവർക്ക് ഇങ്ങനെ പാടാണ്. കുതിരാൻ്റെ ആ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മാലിന്യം കൊണ്ടു തള്ളുന്ന ഒരു സ്ഥലം അതായിട്ട് മാറി. ഒരുപക്ഷെ ഞാനും സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറി അതേമാതിരി തന്നെ ഹെൽത്തിൻ്റെ സുമേഷ്, ഞങ്ങളൊരു 6 പേര് ഒരു മാലിന്യമുക്തത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു 3-4 ആഴ്ച മുന്നേ കുതിരാൻ്റെ അവിടെ രാത്രി 8 മണി മുതൽ പുലർച്ചെ 3:30 വരെ ഞങ്ങൾ ഇരുന്നതാണ്, സെക്രട്ടറി അടക്കം ഞങ്ങളെല്ലാവരും. പക്ഷെ അന്നൊന്നും മാലിന്യവണ്ടി വന്നില്ല. പിറ്റേ ദിവസം അവിടെ ഫുള്ള് മാലിന്യത്തിൻ്റെ മൊട്ട വണ്ടി കൊണ്ട് ഫുള്ള് തട്ടി. ആ സമയം തന്നെ 2 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ തൊട്ട വീട് നമ്മുടെ നാലേക്കറിലെ റൂബിൻ്റെ വീടാണ്. റൂബിനോട് ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് 12 മണിക്കൊക്കെ എണീറ്റൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യക്തി നോക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ സൈഡ് ഒതുക്കിയിട്ടുണ്ട്. അവൻ ചെന്ന് നോക്കുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അറിഞ്ഞു ലൈറ്റ് കെടുത്തിട്ട് അപ്പം തന്നെ എടുത്തു പോയി. പക്ഷെ അവൻ ഓടിച്ചെന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തു. ഫോട്ടോ മിനിമം ഒരു 5 മിനിറ്റിനുള്ളിൽ ആ ഫോട്ടോ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. കറക്റ്റ് അറിയാം, നമ്പർ കിട്ടിയില്ലെങ്കിലും. ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് അവിടെ ടണലിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ടോ, നമ്പർ കിട്ടുമോ? കിട്ടില്ല. ഇതാണ് അവസ്ഥ. ഇപ്പം ഇവരെല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ഇത്രയും അധികം ലക്ഷക്കണക്കിന് ഒരു ദിവസം ടോള് പിരിക്കുന്ന ഒരു ഹൈവേ അതോറിറ്റിക്ക് ഒരു നമ്പർ കിട്ടുന്ന ഒരു ക്യാമറയെങ്കിലും ടണലിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ കുറേ വണ്ടികൾ പിടിക്കാൻ പറ്റും. പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഒരുപാട് അനാസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു ഫോട്ടോ എടുക്കാം. കറക്റ്റ് ഫോട്ടോ കിട്ടും. വണ്ടി കണ്ടറിയാം, മൊട്ട വണ്ടി കർട്ടനിട്ട് പോകുന്ന വണ്ടി കണ്ടറിയാം. ടോളിൻ്റെ അവിടേക്ക് വിളിച്ച് പറഞ്ഞാൽ ആ വണ്ടി നമുക്ക് പിടിക്കാമായിരുന്നു. പോലീസും ഒരു ഉത്തരവാദിത്വമില്ലാതെയാണ് നമ്മളൊക്കെ പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ രാത്രി ഉറക്കം ഒളിച്ചിരുന്നിട്ടും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയാണ്. അതിന് മാധ്യസ്ഥനൊക്കെ പറഞ്ഞ മാതിരി തന്നെ അവിടെ ഏറ്റവും വലിയ ഞാൻ കണ്ടിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നേരത്തെ മാധ്യസ്ഥൻ പറഞ്ഞ മാതിരി വണ്ടി അവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഹൈവേ നിങ്ങൾ ഇപ്പോൾ എൻട്രികളൊക്കെ രാത്രി വന്ന് അടച്ചു പോകുന്നുണ്ട്. ഒരു മണിക്കൂർ സമയമുണ്ടെങ്കിൽ അവിടെ വഴിയിലേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ ഇത് എൻട്രി അങ്ങോട്ട് അടച്ചു പോകണമെങ്കിൽ ഒരു വണ്ടി പോലും ഏറ്റവും കൂടുതൽ അവിടെ അത്രയധികം വിസ്താരമായി കിടക്കുന്ന ആൾതാമസമില്ലാത്ത ഇരുട്ട് കൂടിയ പ്രദേശമായതുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സൗകര്യം ആ പ്രദേശം തന്നെയാണ്.
അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം അടയ്ക്കുക എന്നുള്ളതാണ്. ഹൈവേന്ന് അങ്ങോട്ട് വണ്ടി ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്. അതുപോലെ തന്നെ നമുക്ക് സർവീസ് റോഡിൽ ലൈറ്റുകളില്ലാത്തത് വലിയൊരു അവസ്ഥ തന്നെയാണ്. ആ ഭാഗത്തൊക്കെ കൂരി ഇരുട്ടാണ്. ഒരാൾ വല്ല വണ്ടി ഇടിച്ച് കിടന്നാൽ തന്നെ അറിയാലോ, വഴക്കുംപാറ എന്നാളുണ്ടായിട്ടുള്ളത് അറിഞ്ഞിട്ടില്ല, ആള് മരിച്ചുപോയി, ഒരാൾ കാണില്ല. അങ്ങനത്തെ കൂരി ഇരുട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് പാണഞ്ചേരി പഞ്ചായത്തിലൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിരുന്നു ടോളിൻ്റെ. ഇപ്പോൾ അതും നിർത്തി. ഞങ്ങൾ വരെ പൈസ കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇത്രയധികം ടോള് വിരിക്കുന്നത് പൂർണ്ണ ഉത്തരവാദിത്തം ഹൈവേക്ക് തന്നെയാണ്, പഞ്ചായത്തിൻ്റെ എല്ലാം തന്നെയാണ് ഞാനും അവകാശപ്പെടുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈവേയുടെ സർവീസ് റോഡ് വൃത്തിയാക്കുന്നതും ഹൈവേയുടെ സൈഡ് എല്ലാം ക്ലീൻ ചെയ്ത് നോക്കണതൊക്കെ ഹൈവേ അതോറിറ്റിയാണ് തന്നെയാണ്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കുക. അതേമാതിരി തന്നെ വെളിച്ചം വലിയൊരു കാര്യമാണ്. ആ ലൈറ്റുകൾ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞ മാതിരി എല്ലാ ഭാഗങ്ങളിലും ഇതിൽ 3-4 ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് തട്ടുന്നത്. ഒന്ന് ചെമ്പൂത്ര, അതുപോലെ തന്നെ കുതിരാൻ, അതുപോലെ തന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞ മാതിരി താണിപ്പാടം ഭാഗം, അവിടെയൊക്കെ സർവീസ് റോഡിൽ ലൈറ്റുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ക്യാമറ വയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. വണ്ടി ഇറക്കാതിരിക്കാനുള്ള കുതിരാൻ്റെ അവിടെ എത്രയും പെട്ടെന്ന് ചെയ്യണം. എന്താ വെച്ചാൽ അത്രയും ഡേഞ്ചറായിട്ട്, എന്താ വെച്ചാൽ ആ ഭാഗത്തോടെ എനിക്കൊന്നും അങ്ങോട്ട് വാർഡിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത, എനിക്ക് നല്ല ഒരു ജനങ്ങൾക്കും, ഇപ്പോൾ ഇവരൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകളാണ്, ഒരിക്കലും പോകാൻ പറ്റാത്ത, എന്താ വെച്ചാൽ മൂക്ക് പൊത്തിയാൻ വരാം. ഞങ്ങളൊക്കെ പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ ഭാഗത്ത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഹൈവേ അതോറിറ്റി തന്നെ ഒരു മാർഗം ഉണ്ടാക്കി തരണം. ഈ ബഹുമാനപ്പെട്ട മെമ്പർമാർ, നമുക്ക് പഞ്ചായത്തിനോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ താഴെ ഇരിക്കുന്നവർ പറയുന്ന മാതിരി നിങ്ങൾ മെമ്പർമാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വാണിയമ്പാറ മുതൽ ഈ പാണഞ്ചേരിയുടെ ഉള്ളിൽ വരുന്ന പഞ്ചായത്തിൻ്റെ അതിർത്തിയിലെ 60 മീറ്റർ റോഡ് NHAയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. അവിടെ മാലിന്യം മുടിക്കോട് മുതൽ വാണിയമ്പാറ വരെ മാലിന്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓരോ സ്ഥലവും നോക്കിയിട്ട്, സെക്രട്ടറി ഇവിടെ ഇല്ല, സെക്രട്ടറി കൃത്യമായിട്ട് നിയമം അറിയാം. ആ പുസ്തകത്തിൽ നോക്കിയാൽ 25,000 മുതൽ 1 ലക്ഷം വരെ പിഴയടയ്ക്കാവുന്ന സംഭവമുണ്ട്. ആ ഡയറക്ടറെ വീടും കുടുംബവും ജപ്തി ചെയ്യാനുള്ള സാധനം ആ പുസ്തകത്തിൽ എഴുതിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അറിയാം. അപ്പോൾ ബഹുമാനപ്പെട്ട മെമ്പർമാർ സെക്രട്ടറിനും കൂട്ടിയിട്ട് മൂടിക്കോട് മുതൽ വാണിയമ്പാറ വരെ നടക്കുക, കാണുന്ന വേസ്റ്റിന് മുഴുവൻ നോട്ടീസ് കൊടുക്കുക. നോട്ടീസ് അല്ലാതെ 25,000 രൂപ, ഞാൻ ഇന്നാളൊരു നോട്ടീസ് കണ്ടതാണ്. 25,000 രൂപ 7 ദിവസത്തിനുള്ള പിഴയടച്ച് മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടും കുടുംബവും ജപ്തി ചെയ്യും. അത് NHA ഡയറക്ടർ, ഇപ്പോൾ ഒരു കോൺട്രാക്ടിങ് കമ്പനിയുടെ ഒരു ആളെയാണ് മീറ്റിങ്ങിന് പറഞ്ഞിട്ടിരിക്കണേ. നമ്മുടെ വലിയ പഞ്ചായത്തിനെ അവർ അവഹേളിക്കല്ലേ. NHAയുടെ ഡയറക്ടർക്കോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കോ ഒരു മാനേജർക്കോ ഈ മീറ്റിങ്ങിൽ വന്നൂടെ? അവരെന്താ വരാത്ത? അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് തന്നേക്കുന്ന അധികാരങ്ങൾ, നിങ്ങൾക്ക് തന്നേക്കുന്ന അധികാരങ്ങൾ അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണെന്ന് പറയണ്ട. നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്കത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലെങ്കിൽ അത് സെക്രട്ടറി ആ നിയമം എടുത്തിട്ട് നാളെ മുതൽ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും മുടിക്കോട് മുതൽ വാണിയമ്പാറ വരെ ഒരു കഷ്ണം മാലിന്യം ഉണ്ടാവില്ല. എൻ്റെ പറമ്പിൽ മാലിന്യം കൂടി മറ്റുള്ളവർക്ക് സ്മെല്ല് വന്നാൽ കുറ്റക്കാരൻ ഞാനാണ്. ഈ മുടിക്കോട് മുതൽ വാണിയമ്പാറ വരെയുള്ള നമ്മുടെ അധികാര പരിധിയിൽ ഈ ഹൈവേയുടെ 60 മീറ്ററിനുള്ളിൽ മാലിന്യം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി NHA ഡയറക്ടറാണ്, അതിൻ്റെ സ്റ്റാഫുകളാണ്. അതുകൊണ്ട് അവരെ ആൻസർ ചെയ്യണം. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇവരിപ്പോൾ ഈ NHAയുടെ കംപ്ലീറ്റ് ഓപ്പണിങ്ങളൊക്കെ എന്ത് സ്പീഡിലാണ് അവരടച്ചു പൂട്ടണത് അല്ലേ? നമ്മൾ 2-3 മീറ്റിങ്ങിൽ പറഞ്ഞു ആ സർവീസ് റോഡുകളൊന്ന് നേരെയാക്കി തരണമെന്ന്. എത്രയോ കിലോമീറ്റർ സർവീസ് റോഡ്, നമുക്ക് 5 മീറ്റർ സർവീസ് റോഡ് നമുക്ക് അർഹതയുണ്ട്, അതവർ തരുന്നില്ല. അപ്പോൾ ഇതൊക്കെ അവർക്ക് അടച്ചു പൂട്ടാൻ നല്ല സ്പീഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അധികാരം നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വടക്കഞ്ചേരി നിങ്ങൾക്ക് പോകുന്ന 1, 2, 3 സ്ഥലത്തായിട്ട് പണി നടക്കണം. ഓരോ സ്ഥലത്തും ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ വാഹനങ്ങൾ നിന്ന് വേണം പോവാൻ. ഇവിടെ എൻ്റെ നോട്ടത്തിൽ ഇവിടെ ഈ രാജ്യത്ത് ഭരിക്കുന്ന കക്ഷികളുടെ നേതാക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ടോള് ഈ പണി കഴിയുന്നവർക്ക് നിർത്തിവെച്ചുകൂടെ? ഇല്ലേ? തീർച്ചയായിട്ടും നിർത്തിവെക്കാൻ പറ്റുമല്ലോ. നമ്മൾ എന്തിനാ ടോൾ കൊടുക്കണത്? സുഖകരമായ യാത്രയാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കണേ. ആ യാത്ര ആവട്ടെ 2 കൊല്ലം വേണം ഈ പാലം പണി കഴിയാൻ. അപ്പോൾ ആ 2 കൊല്ലം നമ്മൾ ക്ഷമിക്കണോ? അപ്പോൾ ആ 2 കൊല്ലം അവർ വിട്ടുവീഴ്ച ചെയ്ത് ആ ടോളൊന്ന് ഒഴിവാക്ക്. നിർബന്ധമായിട്ടും പഞ്ചായത്ത് റെസൊല്യൂഷൻ എടുത്തിട്ട് നമ്മുടെ പരിധിയിൽ
നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പരിധിയിൽ ഇപ്പോൾ 3 പാലം പണി നടക്കുന്നുണ്ട്. ആയതിനാൽ വാണിയമ്പാറ മുതലുള്ള ഈ ടോൾ പിരിവ് അടിയന്തരമായിട്ട് നിർത്തിവെക്കാൻ നമ്മൾ ആവശ്യപ്പെടണം. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇത് നമ്മൾ മീറ്റിങ്ങിൽ നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികളുണ്ട്. പഞ്ചായത്തിന് നമ്മൾ പരിപൂർണ സഹകരണം ഉറപ്പ് നൽകുകയാണ്. നമ്മൾ പഞ്ചായത്തിനെ കുറ്റം പറയില്ല, പക്ഷേ പഞ്ചായത്ത് നമ്മൾ ഒന്നുകൂടി ആക്ട് ചെയ്യണം. നമ്മുടെ കൂടി സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്തിന് ആക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ടോയ്ലറ്റ് മാലിന്യം കൊണ്ട് തട്ടുന്നതിന് നമുക്കൊരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും. പഞ്ചായത്ത് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈസൻസുകളെ 2-3 പേരെ കണ്ടുപിടിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ വീടുകളിലെ ശുചിമാലിന്യങ്ങൾ ഇപ്പോൾ 2000, 3000, 5000 കൊടുത്തു പോകുന്ന ഈ തമിഴന്മാരുണ്ട്. അപ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്ത 2-3 പേരോ വെച്ചിട്ട് അവർക്കൊരു ഫീസും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ റിമൂവ് ചെയ്യുന്ന മാലിന്യം അത് ഓതറൈസറായിട്ട് സ്ഥലത്ത് കൊണ്ടുവന്ന് തട്ടും. ഇപ്പോൾ ചെയ്യുന്ന എന്താണ്, അവൻ 10,000 ചോദിക്കുമ്പോൾ അവനോട് പേശും 8,000-ന് പറ്റുമോ 3,000-ന് പറ്റുമോ. അപ്പോൾ അവൻ നമ്മുടെ ഇവിടെ നിന്ന് മാലിന്യം എടുത്തുകൊണ്ടായി കുതിരാനിലോ വഴുക്കുംപാറയിലോ കൊമ്പഴയിലോ എവിടെയെങ്കിലും തട്ടും. അതുകൊണ്ട് നമ്മളൊരു ടെൻഡർ വഴിയിക്കടെ അതിൽ പഞ്ചായത്തിന് ചിലവൊന്നുമില്ല. നമ്മൾ ഓതറൈസറായിട്ട് 2-3 പേരെ കണ്ടുപിടിച്ച് നമ്മൾ പഞ്ചായത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. പഞ്ചായത്തിലെ 23 വാർഡിലെ ജനങ്ങളോടും പറയണം, നിങ്ങളുടെ ടോയ്ലറ്റ് നീക്കം ചെയ്യണമെങ്കിൽ ഇവരാണ് ഏജൻസി, അവർക്ക് ഫീസ് കൊടുത്ത് നീക്കം ചെയ്യാമെന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ പഞ്ചായത്തിൽ നിന്നെങ്കിലും ഹൈവേയിൽ കൊണ്ട് ഇടാത്ത ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി പഞ്ചായത്ത് ഏതെല്ലാം രീതിയിൽ ഇതിന് മുന്നിട്ടിറങ്ങുന്ന എല്ലാവിധ സഹകരണങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിപ്പോൾ ഹൈമാസ് ഓൾറെഡി പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാർ ഈ പറഞ്ഞ പോലെ ആനുവൽ പ്ലാന്റേഷൻ എല്ലാ വർഷവും വരുന്നതാണ്. അപ്പോൾ നമുക്കത് പ്രൊപ്പോസ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ വേണമെന്നുള്ളത് കൺസ്ട്രക്ഷനർക്ക് പ്രൊപ്പോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് എന്തായാലും പ്രൊപ്പോസ് ചെയ്യാം അവിടെ പ്ലാന്റേഷൻ്റെ. അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. ിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ നാട് ശുചിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്നുള്ളൊരു വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം. രണ്ടാമതുള്ള അതോറിറ്റിനെ, ഹൈവേ അതോറിറ്റി നമ്മൾ എന്ത് കാര്യം ഏൽപ്പിച്ചാലും ഒന്നും നടത്തി കിട്ടില്ല എന്നുള്ളൊരു വലിയൊരു അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, വഴക്കമ്പാറ സർവീസ് റോഡിലേക്കൊക്കെ നമ്മൾ ഒത്തിരി മാസങ്ങളായിട്ട് നമ്മൾ ജില്ലാ കളക്ടർ, നമ്മുടെ രായസാറ്, ഡെപ്യൂട്ടി കളക്ടർ എല്ലാം വന്ന് അതോറിറ്റിയായിട്ട് ഒത്തിരി സമയം പാഴാക്കിയതാണ്. ഇന്ന് വരെ അതിനൊരു സംയോജിതമായ ഇടപെടലോ എന്ത് പറഞ്ഞാലും അവർ പറയാറുണ്ട്, ഓക്കെ നെക്സ്റ്റ് നാളെ തന്നെ നമ്മൾ തുടങ്ങുകയെന്ന് എപ്പോഴും നമ്മുടെ മുമ്പിൽ തന്നെ ഒരു വാക്കാൽ പറയുന്നുണ്ട്. പക്ഷേ അതിന് പുറമെ നമ്മൾ വന്നിട്ട് പഞ്ചായത്തിൽ മീറ്റിങ്ങുകൾ കൂടാറുണ്ട്. അവിടെയും അവർ വാക്കാല എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് സൈൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 ആഴ്ച മുമ്പ് നമ്മൾ ചോദിച്ചുകൊണ്ട് റീടാർ ചെയ്യുമ്പോൾ ആ വേസ്റ്റ് കൊണ്ടുവരാനായിട്ട് നമ്മുടെ അവിടുത്തെ പ്രതിനിധികളും വ്യാപാരി വ്യവസായികളും ജനങ്ങളെല്ലാം കൂടി അവർ സംസാരിച്ചപ്പോൾ നമ്മൾ പഞ്ചായത്തിലും ഇടപെട്ടു, പോലീസ് സ്റ്റേഷനിലും വന്ന് ഇടപെട്ടു. പിറ്റേ ദിവസം തന്നെ അവർ ചെയ്യാമെന്ന് വാക്കാലെ അവർ ഉറപ്പ് തന്നു, ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു ലോഡാണ് അവർ, ഒരു ട്രക്ക് വേസ്റ്റ് മാത്രം അവിടെ തട്ടിയിട്ട് ഇന്ന് വരെ അവിടെ കിടക്കുക. ആ സർവീസ് റോഡ് ചന്ദ്രേട്ടൻ പറഞ്ഞത് അങ്ങനെ ഒരു അജണ്ടയിൽ അവിടെ ഇല്ല, സർവീസ് റോഡ് ഇല്ല എന്നാണ് അവർ പറയണത്. പക്ഷേ നമുക്ക് പിന്നെ എന്തിനാണ് സർവീസ് റോഡ് പ്രകസനമായിട്ട് ഇട്ടാൽ അല്ലെങ്കിൽ പൊളിച്ചുകളായിട്ടാണ് സർവീസ് റോഡ്, പിന്നെ അത് നടക്കില്ലല്ലോ. ഈ സർവീസ് റോഡ് എന്ന പേരുകൊണ്ട് നമുക്ക് നടക്കാൻ വരെ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ബോധവൽക്കരണം കൊടുക്കുക ജനങ്ങൾക്ക്. ഇപ്പം ഞാൻ അറിഞ്ഞത്തോളം നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം ഈ വേസ്റ്റ് കൊണ്ട് തട്ടുന്നതിൽ മുഖ്യ പങ്കെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്കിപ്പോൾ 23 വാർഡുകളിൽ നമുക്കൊരു ബോധവൽക്കരണം കൊടുക്കുന്നത് നല്ലതാണ്. ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇന്നമാതിരി ശിക്ഷാർഹമായ നടപടി ഉണ്ടാവുന്നുള്ള ഒരു ബോധവൽക്കരണം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാവണമെന്നല്ല, ഒരു അനൗൺസ്മെൻറ്റ് കൂടെ തന്നെ. കാരണം ഇതിപ്പം ഉണ്ടായിരുന്നു അവിടെ ഒരു കുറച്ച് 25 മീറ്ററോളം ഒന്നും ചെയ്തിട്ടില്ല. തൃശ്ശൂരുള്ളവരുടെ സ്ഥലമാണ്. നമ്പർ എടുത്ത് വിളിച്ച് നോക്കിയിട്ടുണ്ടായിട്ടുണ്ട് അടുത്ത ഒന്നൊക്കെ. അപ്പോൾ അവർ സഹകരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഹൈവേയിൽ വേസ്റ്റായി വെള്ളമെല്ലാം വന്നിട്ട് ആ വെള്ളം മറിയൻ വീട് ഒഴിച്ച് ഇങ്ങനെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. വർഷക്കാലത്ത് 3-4 മാസം. അപ്പോൾ അതൊന്ന് പൈപ്പെടുത്ത് അവർ സഹകരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈവേയുടെ എന്തെങ്കിലും കുറേ കല്ലും മണ്ണൊക്കെ ഉള്ള വേസ്റ്റുകളുണ്ടെങ്കിൽ അതിട്ട് കഴിഞ്ഞാൽ അത് നിരന്നു കഴിഞ്ഞാൽ കറക്റ്റാവും. വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് ഈ ഭാഗങ്ങളിൽ മൊത്തം ചെമ്പുത്രയുടെ അപ്പുറത്തും ഇപ്പുറത്തും കാരണം ഒരാളെ കൊണ്ടുവിട്ടത് പോലെ അല്ല, അത്രയും കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഞാനത് വെള്ളക്കെട്ട് മൂലം അവിടെ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ അവിടെ നമ്മൾ കാന കോരിയതാണ്. അപ്പോൾ ആ കാനയിൽ മുഴുവനും വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കാണാൻ അതേപോലത്തെ വേസ്റ്റുകൾ കൊണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഹൈവോട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾക്ക് മഴക്കാലത്തിന് മുന്നേ ഞങ്ങളുടെ ആലിപ്പയുടെ വാർഡ്, ജയൻ്റെ വാർഡ്, എൻ്റെ വാർഡൊക്കെ ആ കാനൊന്ന് വൃത്തിയാക്കി തരാൻ പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് അവർ വണ്ടി വന്നില്ല, ആളും വന്നില്ല. അവസാനം ഞാൻ ഒരുത്തനെ ബലമായി പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ പട്ടിക്കാട് ഭാഗത്ത് വെള്ളം കയറി, കടകളിലേക്ക് വെള്ളം കയറിയപ്പോൾ പിടിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ അന്ന് കുറച്ച് ഭാഗം വൃത്തിയാക്കിയിട്ട്. പക്ഷേ ഇതിനടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക്
ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും CCTV അത്യാവശ്യമാണ്. കോൺട്രാക്ടർ സൈഡിൽ നിന്നും ആരും എത്തിയിട്ടില്ല. ഇപ്പം നമുക്ക് ചെയ്തു തരാൻ പറ്റാവുന്നത് കുതിരാൻ്റെ ഇവിടുന്ന് പാലക്കാടേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണല്ലോ മാലിന്യം അധികം തള്ളുന്നത്. അവിടെ നമുക്ക് വണ്ടി നിർത്താണ്ടിരിക്കാവുന്ന രീതിയിൽ ഒരു പ്ലാന്റേഷൻ പ്രപ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് അല്ലല്ല കോൺട്രാക്ടേഴ്സിൻ്റെയാണ്. ഞങ്ങൾ കൺസൾട്ടൻ്റാണ്. പിന്നെ ഓൾറെഡി പിന്നെ ലൈറ്റിങ് ഒരു 3 സ്ഥലത്ത് അധികം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഫിലിപ്സ് ആയിട്ട് ചേർന്നിട്ട് കുതിരാൻ ഇല്ല അണ്ടർപാസ് ലൊക്കേഷൻസിൽ മാത്രമേ ഉള്ളൂ. അതെ കോൺട്രാക്റ്റിൽ ഇല്ല. അണ്ടർപാസ് ഫ്ലൈ ഓവേഴ്സ് അണ്ടർപാസ് ലൊക്കേഷൻസ് ഫ്ലൈ ഓവേഴ്സ്. അത് കോൺട്രാക്ടേഴ്സിന്റെ കീഴിലാണ്. അല്ലല്ല അത് കോൺട്രാക്ടേഴ്സിന്റെ കീഴിലാണ് ആ വണ്ടി ഓടുന്നത്. അത് എല്ലാ പ്രൊജക്റ്റിലും ഒരു വണ്ടി അലോഡുള്ളൂ. കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺട്രാക്ടേഴ്സിനോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിത് ഇന്ന് വരാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പകരത്തിനാണ് നിങ്ങളെ വിട്ടത്. ഇവിടെ ഇരിക്കുന്ന ഈ ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. പഞ്ചായത്തിന് ഇനി നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. ഒരു തവണ കൂടി ഞങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസറെ ഇവിടെ വിളിച്ചു വരുത്തും, കോൺട്രാക്ടേഴ്സിനെ വിളിക്കും. അത് നാളെയോ മറ്റന്നാളോ വിളിക്കും. നാളെ പറ്റില്ല, നാളെ മറ്റന്നാളോ ഒക്കെ വർക്കിംഗ് ഡേ അല്ല. വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇനി മാലിന്യം നിക്ഷേപിക്കാൻ സമ്മതിക്കില്ല. അതിന് ഞങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക അത് മുഴുവൻ ഞങ്ങൾ ചെയ്തിരിക്കും. നാഷണൽ ഹൈവേ നമ്മൾ തീരെഴുതി തന്നു എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ആളുകളുടെ കാശ് മേടിച്ചുകൊണ്ടാണല്ലോ ഇവരൊക്കെ പോകുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. അപ്പോൾ മാലിന്യം ഇടുന്ന ആളുകൾക്ക് അവർ കൂട്ടിയിട്ട് കത്തിച്ചാൽ 10,000 രൂപ പിഴ ഇവിടെ അടപ്പിക്കുന്നുണ്ട്. ഇത്രയും കിലോമീറ്റർ ദൂരം ഈ മാലിന്യം നമ്മുടെ പഞ്ചായത്തിലെ ആളുകളല്ല കേട്ടോ കൊണ്ടിടുന്നത്, പുറത്തു നിന്നുള്ളവരാണ് കൊണ്ടിടുന്നത്. ഹൈവേയുടെ സൈഡിലിടുന്നത് പുറത്തു നിന്നുള്ളവരാണ്. അത് കൊണ്ടിടുമ്പോൾ അത് കൊണ്ടിടാതിരിക്കാനുള്ള ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ഹൈവേ അതോറിറ്റിയാണ്. അവരുടെ സ്ഥലത്താണ് കൊണ്ടിടുന്നത്. അവരാ പണി ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് ആ പണി ചെയ്യിക്കാൻ പഞ്ചായത്തിന് അറിയാം. ഞങ്ങളെ പൊട്ടന്മാരെയൊക്കെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ പണി ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഈ ഇവിടുത്തെ പൊതുജനങ്ങളെ അടക്കം വിളിച്ചിരുത്തിയിട്ട് നിങ്ങളോട് സംസാരിച്ചത്. ആ സംസാരവും ഏഷ്യനിൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ, അവരെ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്നവരാണ് അല്ലേ. ഹൈവേക്കാരുടെ സ്വഭാവം അങ്ങനെയാണ്, ഒരു അഴകുഴമ്പൻ സ്വഭാവമാണ്. ഒരു പറഞ്ഞ അനുസരണയില്ലാത്ത ഈ രാജ്യത്തോട് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ആളുകളാണ് അതിൻ്റെ സൂപ്പർവിഷനിലൊക്കെ ഇരിക്കുന്ന എല്ലാവരും. അവരുടെ ധാരണ ഇതെന്ത് പഞ്ചായത്താണ്, അതുവരാരാണ് പഞ്ചായത്ത്, ഇനി കേരള സംസ്ഥാനം അവരാരാ, ഞങ്ങളിങ്ങനെ അങ്ങേയറ്റത്തുള്ള അല്ലേ ഡൽഹിയിലെ ഭരണാധികാരികളുടെ സ്വന്തം ആളുകളാണ് എന്ന് ധാർഷ്ട്യവുമായിട്ടാണ് ഹൈവേ അതോറിറ്റി പോകുന്നത്. ഇപ്പോൾ ടോൾ പ്ലാസയിലൊക്കെ ഉണ്ടായ സംഭവം അത് തന്നെയാണ്. ഈ നാട്ടിലെ ആളുകളുടെ നികുതി പണം കൊണ്ടാണ് ഇവരെല്ലാവരും കഴിയുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി ഈ പഞ്ചായത്തിനെ ഇത്തരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രദേശമാക്കി മാറ്റിയെടുക്കാൻ ഈ പഞ്ചായത്ത് തയ്യാറല്ല. അതിന് ഏതറ്റം വരെ പോകാൻ ഞങ്ങൾക്ക് കഴിയുമോ അതിൻ്റെ അറ്റം വരെ ഞങ്ങൾ പോയിരിക്കും. ഏതെല്ലാം തരത്തിലാണോ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പഞ്ചായത്ത് പൈസ മുടക്കണ്ട എന്ന് പറഞ്ഞു. നോക്കാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയിക്കുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇനി അതല്ല വെല്ലുവിളിച്ച് പറയും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഈ ചെയ്യിക്കാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി അവിടെ മാലിന്യം ഇല്ലാതാക്കാനുള്ള എന്തെല്ലാം നടപടി പഞ്ചായത്തിന് സ്വീകരിക്കാൻ കഴിയുമോ അത് പഞ്ചായത്ത് ചെയ്തിരിക്കും. പക്ഷേ അതിൻ്റെ പുറകെ നിങ്ങൾ ഓടേണ്ടി വരും എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. ഇവിടെ വന്നിരിക്കാതിരിക്കാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഹൈവേ അതോറിറ്റിയെ കൊണ്ട് ചെയ്യിക്കാനുള്ള അതിതീവ്രമായ ശ്രമം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഭരണസമിതി ചെയ്യുന്നതാണ്. ഇനി അത് ചെയ്തില്ല, ബൈ ചാൻസ് വേറെ എന്തെങ്കിലും സംഭവിച്ചു, എവിടെയെങ്കിലും ഒരു ചെറിയ തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ പോരായ്മ നികത്താനായിട്ട് പഞ്ചായത്ത് പണം മുടക്കി അത് ചെയ്യാനും തയ്യാറാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.